ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യെരുശലേം ദേവാലയം ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ ജനം ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ഇടം. അശുദ്ധമായതോ ഊനമായതോ അവിടേക്ക് കയറില്ല. ഒരിക്കൽ ഒരു കുരുകിലും മീവൽ പക്ഷിയും അവിടെ പറന്നെത്തി. അവർക്കൊരു കൂട് കെട്ടണം. അവരുടെ മുട്ടകളിടുവാനും അടയിരിക്കുവാനും ചന്തമുള്ള കുഞ്ഞുങ്ങളെ വിരിയിക്കുവാനുമായി ഒരിടം വേണം. സാധാരണയായി കുറ്റിച്ചെടികളിലും മനുഷ്യവാസമില്ലാത്ത കളപ്പുരകളിലുമാണ് അവർ കൂടുകെട്ടുന്നത്. എന്നാൽ അവർക്കൊരാഗ്രഹം, ആലയത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ മുട്ടകൾ ഇടണം. കൂടുകെട്ടുവാൻ ചെളിയും കമ്പുകളുമൊക്കെ അവർ കൊണ്ടുവന്നു. ആലയത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ യാഗപീഠത്തിൽ അവർ ഒരു സ്ഥലം കണ്ടെത്തി. ദൈവാത്മാവ് വസിക്കുന്നതിൻ്റെ നടുവിൽ തന്നെ സുഖപ്രദമായി മുട്ടകളിട്ട് അടയിരിക്കുവാൻ ആരംഭിച്ചു. തൻ്റെ ഭക്തരെ സ്വീകരിച്ച് അവരുടെ പാപങ്ങൾ മോചിച്ച് അവരെ ആലയത്തിൻ്റെ സമൃദ്ധിയിൽ പറഞ്ഞയക്കുന്ന ദൈവം, ആ ദൈവസന്നിധിയിൽ കുരുകിലും മീവൽ പക്ഷിയും ദൈവത്തിൻ്റെ കരുതലിലും സ്നേഹത്തിലും ശാന്തരായി വസിക്കുന്നു. അവിടെ അവരെ ഭയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. ആലയത്തിൽ വേല ചെയ്യുന്നവർക്ക് ആ പക്ഷികളെ ആട്ടിയോടിക്കുവാനും അനുവാദമില്ല. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അവ പറക്കുവാൻ പഠിക്കും വരെ അവിടെ പാർക്കാം. അതാണ് ദൈവസന്നിധി. ആ പക്ഷികളുടെ ബലം കൂട്ടിലല്ല, മനുഷ്യരിലുമല്ല, അവരെ സ്വീകരിച്ച ദൈവത്തിൽ തന്നെയാണ്. അവയുടെ ചിലയ്ക്കുന്ന ശബ്ദം ആരാധനയിൽ മാധുര്യമാണ്. കുരുകിലും മീവൽ പക്ഷിയും പ്രതിനിധീകരിക്കുന്നത് വീടില്ലാത്ത, കൂടില്ലാത്ത നിരാലംബരായ ജീവിതങ്ങളെയാണ്. ആര് ക്ഷണിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്വീകരിക്കും. ഭൂമിയിലെ സകല തടസ്സങ്ങളെയും നീക്കി നീ ദൈവസന്നിധിയിൽ വരിക. അവിടെ നിനക്കൊരു സ്ഥാനമുണ്ട്. അവിടെ നിന്റെ ജീവിതം പടുത്തുയർത്തുവാൻ ഒരിടമുണ്ട്. മങ്ങാത്ത കണ്ണുകളും ക്ഷാമമേൽക്കാത്ത സ്നേഹവുമായി സാന്ത്വനം നൽകുവാൻ നാഥൻ അടുത്തുണ്ട്. നിന്നെ ആട്ടിയോടിക്കാത്ത ഇടമാണ് ദൈവസ്നേഹം നിറഞ്ഞൊഴുകുന്ന കാൽവരി ക്രൂശ്. ഇവിടെ നിന്നും മരണത്തിനോ പാതാളത്തിനോ ഇരുട്ടിനോ സംഹാരശക്തിക്കോ നിന്നെ പറിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല. സങ്കീർത്തനം 84:3. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.